ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഷെബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും വീണ്ടും നാടൻ കറിയായിട്ട് തന്നെയാണ്. നാടൻ നല്ല മുളകിട്ട മാന്തൽ കറിയായിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് വഴറ്റിയിട്ടും അങ്ങനെ ഒന്നല്ല വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കണിലെ ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ എത്രയും വേഗം നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. കുറച്ചധികം മാന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് മാന്തൽ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മാന്തൽ ഞാൻ മുളകിടാനായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം മാന്തൽ നന്നാക്കാൻ ഒട്ടുമിക്കരും പറയണ എളുക്കാം, മാന്തൽ നന്നാക്കാൻ വലിയ എളുപ്പമൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് മീൻ നന്നാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നണത് മാന്തൽ നന്നാക്കാനായിട്ടാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ മാന്തൽ നന്നാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ മാന്തൽ നന്നാക്കി കിട്ടുന്നതാണ്. അപ്പം മാന്തൽ നന്നാക്കൽ അറിയാത്തവരൊക്കെ ഇത് നോക്കി ഒന്ന് പഠിക്കുക. ഒന്നുമില്ല, അതൊന്ന് പതുക്കെ ഒന്ന് വരഞ്ഞിട്ട് ആ കത്തിയുടെ മോനെ ഒന്ന് ആ തൊലിയുടെ അടിയിൽ കൂടി ഒന്ന് വരച്ചു കൊടുക്കുക ഇതേപോലെ. എന്നിട്ട് ഇതുപോലെ തൊലിയും കൂടി ചീന്തിക്കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് തൊലി കൊണ്ട് പോന്ന് കിട്ടും. എന്നിട്ട് നിങ്ങൾ കത്തി കൊണ്ട് ഒന്നുകൂടി മുറിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് മുറിക്കരുത്, തൊലി എത്തുമ്പോൾ നിർത്തുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് കാണിച്ചിട്ട് വീണ്ടും വലിച്ചു കഴിഞ്ഞാൽ ആ ബാക്കിലെ തൊലി കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം മാന്തൽ നന്നാക്കാൻ സിമ്പിളാണെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് കറി എങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ നമ്മളുടെ മാന്തലെല്ലാം ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കറി വെക്കാൻ പോകണം. അതിനായിട്ടൊരു മീൻ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സബോള ഇതുപോലെ സ്ലൈസായി അരിഞ്ഞിടുന്നുണ്ട്. സബോളേനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ചെറിയ ചുവന്നുള്ളി ആയിരിക്കും. അപ്പോൾ ചുവന്നുള്ളി തോല് കളഞ്ഞിട്ട് അത് നടുപൊളിച്ച് ഇട്ടാൽ മതി. ഒരു കഷ്ണം ഇഞ്ചി ചാച്ചിട്ടിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി ഡല്ലി നടുമുറിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി ഇടിക്കുമ്പോൾ നിങ്ങളൊരു 5-6 പീസ് എടുത്താൽ മതിയാവും. 5-6 അല്ലെങ്കിൽ 8 ആയാലും കുഴപ്പമില്ല, നടുപൊളിച്ച് ഇടുക. ഇനി ഇവിടെ ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി. അത് ഇതുപോലെ അരിഞ്ഞിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയിലോട്ടാണ് ഞാൻ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല എരിവാകും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടി വീണ്ടും കാശ്മീരി മുളക് പൊടി, അതായത് മൊത്തം 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തത് നമ്മൾ ഈ മീൻ ചട്ടിയിലോട്ട് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല കളറൊക്കെ ഉണ്ട് കറിക്ക്. കാശ്മീരി മുളക് പൊടി ചേർക്കണ കാരണമാണ്. എന്നിട്ട് നമ്മൾ ഈ മിക്സി കഴുകിയിട്ട് ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് പഴുത്ത പുളിയാണ്, പിഴിയണപ്പുളി. അത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം. എന്നിട്ട് കല്ലുപ്പ് ഇട്ടതുകൊണ്ട് ഇനി ഉപ്പ് ഇടരുത്. നിങ്ങൾ ഉപ്പും പുളിയും നോക്കിയിട്ട് വേണം ഇനി ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഇതിലേക്കുള്ള കൂട്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ഗ്യാസിലോട്ട് വെച്ച് കത്തിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ഫ്ലെയിം കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കറി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് വറ്റണം. എന്നിട്ടാണ് നമുക്ക് മീനിടാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ കറി ഇവിടെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മാന്തൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മാന്തൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല. മാന്തൽ പെട്ടെന്ന് വെന്ത് പോണ ഒരു മീനാണ്. ഒന്ന് തിളച്ചാൽ മതിയാകും. അപ്പോഴത്തേനും നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം ആ കറിയുടെ ആ ചൂടി കിടന്നിട്ട് പിന്നെ മാന്തൽ വെന്തോളും. പണ്ട് പഴമക്കാർ പറയും മാന്തൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് മാന്താനുള്ള നേരെ പാടുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ ഇത് തീ കെടുത്തണം, അല്ലെങ്കിൽ മാന്തൽ നന്നായി വെന്ത് പോകുന്നു. ഇപ്പം നമ്മളുടെ മാന്തൽ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ മാന്തൽ ഒന്ന് ചെറുതായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 3-4 പച്ചമുളക് നടുപൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകും വേപ്പിലൊക്കെ ലാസ്റ്റ് ചേർക്കുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു ഫ്ലേവറാണ്. അത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങൾ പച്ചമുളക് ചേർക്കരുത്, ലാസ്റ്റ് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണ്. ഇപ്പം നമ്മളുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. കാരണം ഇത് കൂടുതൽ നേരം തിളക്കണ്ട. ഇനി ഈ ചൂടിൽ കിടന്നിട്ട് മാന്തൽ വെന്തോളും, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഉടഞ്ഞു പോകും.
ഇപ്പം നമ്മളുടെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്യാണ്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് 2 തണ്ട് വേപ്പില ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണമാണ് ഈ കറിക്ക്, നല്ല ടേസ്റ്റിയാണ്. മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും നല്ലൊരു നാടൻ കറി. അപ്പം ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പി ഇന്നത്തെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ വരുന്നവരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.